നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന അപകടമുണ്ടായത് ഇവിടെയാണ്. അതായത് കൊടുവായൂരിൽ നിന്ന് പുതുനഗരത്തേക്ക് പോകുന്ന വഴി. കൊടുവായൂർ കഴിഞ്ഞ് ഏകദേശം ഒരു 500 മീറ്റർ മാറുന്നേ ഉള്ളൂ. അവിടെ വെച്ചൊരു ചെരുപ്പ് കടയുണ്ട്. ഈ ചെരുപ്പ് കടയുടെ ഈ ഭാഗത്തായിരുന്നു വൃദ്ധനും വൃദ്ധയും നിന്നിരുന്നത്. അവർ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഇവിടെ നിൽക്കുമ്പോഴാണ് ആ ദിശയിൽ വന്നിരുന്ന കാർ, അമേസ് കാർ, വളരെ വേഗത്തിൽ വരികയായിരുന്നു. ഇവരുടെ വലതുഭാഗത്ത്, ഈ സ്ത്രീയുടെയും പുരുഷന്റെയും വലതുഭാഗത്ത് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ തെറിച്ച് ഏകദേശം ഒരു 50 മീറ്റർ മാറി അപ്പുറത്തുള്ള ആ ചുമരിൽ വന്ന് ഇടിച്ചാണ് ഇരുവരും മരിച്ചത്. ഏതായാലും അവർ ഈ സംഭവ സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് ജീവനുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഈ മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാർ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എങ്ങനെയാണ് ചേട്ടൻ ഇത് കേട്ടറിഞ്ഞെത്തിയതാണോ? കണ്ടില്ല. അപ്പൊ എന്തായിരുന്നു അപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയായിരുന്നു അവരുടെ? അപ്പോൾ സ്ത്രീ മറന്നു കിടക്കണോ, മറ്റേ പുരുഷൻ വന്ന് കമ്മങ്ങി കിടക്കണോ, ആംബുലൻസ് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ കയറ്റിയൊക്കെ കൊണ്ടുപോയി. അവർക്ക് കോൺഷ്യസ് ആയിരുന്നില്ല? ഇല്ല. അപ്പൊ തന്നെ ഡ്രൈവർ ഇവിടെ ഉണ്ടായിരുന്നോ, അതോ ഡ്രൈവർ മാറുകയാണോ? കാറും ഡ്രൈവറും കൂടി പള്ളിയുടെ അപ്പുറത്ത് കൊണ്ടുപോയാൽ നിർത്തിയത്. പള്ളിയുടെ അപ്പുറത്ത് കൊണ്ടുപോയി. ആള് പിന്നെ ഇവിടുന്ന് പോകാനൊന്നും ശ്രമിച്ചില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഇല്ല, ആൾക്കാർ പിന്നാലെ പോയി അവർ ചർച്ച നിർത്തിയതാണ്. ഈ റോഡിന്റെ ഒരു പ്രത്യേകത വളരെ ചെറിയ വീതി കുറഞ്ഞ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ അമിത വേഗത്തിൽ വരുമ്പോൾ അത് വലിയ പ്രശ്നമുണ്ടാക്കി. അങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഏതായാലും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഈ മരിച്ച രണ്ടുപേരും ഭിക്ഷാടകരാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഇനി അവരുടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അത് വരുന്ന മണിക്കൂറുകളിൽ അത് നടക്കും. മൽഗോഡ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.